തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റിയതിൽ പിന്നെ ഏറ്റവും അത്ഭുതമായിട്ട് തോന്നുക ഇവിടെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒത്തിരി ആഘോഷിക്കുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. അതായത് ഒരുപാട് ക്ഷേത്രങ്ങളും പള്ളികളൊക്കെ ഉള്ള ഒരു ജില്ല ആയതുകൊണ്ട് തന്നെ എല്ലാം ആഘോഷിക്കും. ഇപ്പോൾ ഇടുക്കിയിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പലം ഒരു 3-4-5 കിലോമീറ്റർ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും നമുക്ക് ക്ഷേത്രങ്ങൾ പൊതുവേ ഉള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്പലത്തിലും ഉത്സവവും ഭയങ്കര ഗ്രാൻഡായിട്ടാണ് നടക്കുന്നത്. അതായത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് മാർച്ച് ആ ഒരു ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് പൊതുവെ ഉത്സവങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമാണല്ലോ. ഇപ്പോഴും നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു അമ്പലത്തിൽ ഉത്സവമാണെങ്കിൽ പോലും അത്ര നല്ല ഗ്രാൻഡായിട്ടൊന്നും നടത്തത്തില്ല. അതായത് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമാണ്. ഉത്സവം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും വരുന്ന ആളുകൾക്ക് ഭക്ഷണം, അതായത് രാവിലത്തെ കാപ്പി, ഉച്ചക്കത്തെ ചോറ്, ഈവനിങ് ഫുഡ്, സ്നാക്സ് തുടങ്ങി അത്ര ഗ്രാൻഡായിട്ട് എല്ലാവർക്കും നല്ല സദ്യയൊക്കെ കൊടുത്ത് അത്ര ഇതായിട്ടാണ് ഇവിടുത്തെ ഓരോ അമ്പലത്തിലെയും പള്ളിയിലെയും ഒക്കെ ഉത്സവവും പെരുന്നാളൊക്കെ നടക്കുന്നത്. ഇവിടെ പൊതുവെ പള്ളിയിലെ പെരുന്നാളിനും ഉത്സവം എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. ഇത് നമ്മുടെ തെക്കൻ ശബരിമല എന്നറിയപ്പെടുന്ന ചൊവ്വര ക്ഷേത്രമില്ലേ, അവിടുത്തെ ഉത്സവമായിരുന്നേ. ഇന്നത്തോടു കൂടി ഉത്സവമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല ഗ്രാൻഡായിരുന്നു. അതായത് പോയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും, ചൊവ്വര ക്ഷേത്രം ഇരിക്കുന്നത് ഏകദേശം കടലിൻ്റെ ഒരു അടുത്തായിട്ടാണ്. അതായത് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കടലിലേക്ക് ഒരു വ്യൂ പോയിന്റും ഉണ്ട്. ചെറിയ കുഞ്ഞൊരു കാട് പോലെ ഒരു സ്ഥലത്ത്, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ക്ഷേത്രം ഇരിക്കുന്നത്. ശബരിമലയിൽ നമുക്ക് പോകാനായിട്ട് പറ്റാത്തവർക്ക്, അതായത് 18-ാം പടി കയറിയേക്കാന്നൊക്കെ ഉള്ള നേർച്ചയൊക്കെ ഉള്ളവർക്ക്, പടി കയറാനായിട്ട് അവിടെ വരെ പോകാൻ പറ്റത്തില്ലാത്തവർക്ക് ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. അതായത് ശബരിമലയിൽ 18-ാം പടി പോലെ തന്നെ ചൊവ്വര ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലും ഉണ്ട് 18-ാം പടിയെ. അത് അടച്ചിട്ടേക്കുമായിരിക്കും. അത് പ്രത്യേക സമയത്ത് മാത്രമേ അവർ തുറക്കത്തുള്ളൂ. അങ്ങനെ ഇവിടെ കെട്ടൊക്കെ കെട്ടി വന്ന് ഈ ഉത്സവ സമയത്ത് ഇവിടെ വന്ന് മല കയറുന്നവരും ഉണ്ട്, അതായത് നേർച്ച കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഉത്സവത്തിൻ്റെ തുടക്കമാണ്, അതായത് കൊടിയേറ്റിൻ്റെ സമയമാണ്. അപ്പോൾ ഒരുപാട് ആനയൊക്കെ എഴുന്നള്ളത്തിനായിട്ട് റെഡി ആയിട്ട് നിൽപ്പുണ്ട്. എത്ര വലുതായെങ്കിലും ആനകളെയൊക്കെ കാണുമ്പോഴത്തേക്കിനും നമുക്കൊരു ഭയങ്കര സന്തോഷമാണല്ലോ. നമ്മളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് റോഡിൽ കൂടെയൊക്കെ ആന ഇങ്ങനെ പോകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടെ എത്തി ഇങ്ങനെ നോക്കി നിൽക്കത്തില്ലായിരുന്നു. ആനേനെ എപ്പോൾ കണ്ടെങ്കിലും ഒരു പ്രത്യേക സന്തോഷമാണല്ലോ. പിന്നെ ആന ഈ നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് നിൽക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഒരു പവർ വേറെയാണല്ലോ. ഉത്സവത്തിന് പൊതുവേ അതുങ്ങൾക്ക് അതൊരു ബാധ്യതയാണെങ്കിൽ പോലും ഉത്സവ സമയത്തൊക്കെ നമുക്ക് മനസ്സിനൊരു സന്തോഷം. അങ്ങനെ രാവിലെ കൊടിയേറ്റൊക്കെ ഉണ്ടായിരുന്നേ. ഇത് ഉത്സവം ഉണ്ടായിരുന്ന അത്രയും ദിവസങ്ങളിൽ നല്ല വെറൈറ്റി സദ്യയായിരുന്നേ. തിരുവനന്തപുരത്തെ സദ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരംകാരുടെ ഒരു സ്വകാര്യ അഹങ്കാരമാണല്ലോ സദ്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ജില്ലയിൽ നിന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമാണ്. ഇവർ കറികളൊന്നും പിന്നീട് വിളമ്പത്തില്ല. അത് പൊതുവേ സദ്യക്ക് അങ്ങനെയാണ്. നമ്മുടെ അവിടെ കറിയൊക്കെ പിന്നീട് കൊടുത്തില്ലെങ്കിൽ അതൊരു പരാതിയാണ്. ഇവിടെ ആദ്യമേ വിളമ്പുന്ന കറിയേ ഉള്ളൂ. അത് ഇനി ചോറ് വരും, പരിപ്പ് കറി വരും, പിന്നെ സാമ്പാർ വരും, പുളിശ്ശേരി വരും, രസം വരും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ഓർഡർ, അങ്ങനെയാണ്. പിന്നെ നമുക്ക് പായസം, 2-3 കൂട്ടം പായസം, വെറൈറ്റി പായസങ്ങളായിരുന്നു ചൊവ്വര ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു ദിവസത്തെ പായസം ഒന്നും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. മിക്ക ദിവസങ്ങളിലും 2-3 ടൈപ്പ് പായസങ്ങൾ ഉണ്ടായിരുന്നേ. ഇത് കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു. അതായത് രാവിലെ പൊങ്കാല, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ പറയാനായിട്ട് എനിക്കറിയത്തില്ല. ഇത് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിലുള്ള കവടിയാർ കൊട്ടാരത്തിലെ രാജാവില്ലേ, ആളായിരുന്നു ഭണ്ഡാരടുപ്പിൽ തിരി പകർന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഉത്സവങ്ങൾക്ക് പിന്നെ പകലൊരു രീതിയും വൈകുന്നേരം എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് വേറൊരു രീതിയും ആയിരിക്കുമേ. അതായത് പകൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉച്ചയ്ക്ക് സദ്യ കിട്ടുന്നതും അമ്പലത്തിൽ നിറച്ച് ആൾക്കാർ നിൽക്കുന്നതും പൂജകളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു വൈബാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേനും കല്യാണത്തിനൊക്കെ ഉള്ളൊരാഘോഷം പോലെ തന്നെയാണ്. അതായത് ചെണ്ടമേളം മാത്രമല്ല, ലൈറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടെങ്കിൽ അതിനൊരു 2-3 കിലോമീറ്റർ മുന്നേ തൊട്ട് ലൈറ്റ് ഇടാൻ തുടങ്ങും റോഡിലൊക്കെ. പിന്നെ ക്ഷേത്രം പരിസരത്തുള്ള വീടുകളൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് ഇങ്ങനെ രൂപങ്ങളൊക്കെ കെട്ടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ കാവടി എടുക്കുന്നതും അങ്ങനെ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. ഈ ലൈറ്റിങ്ങിൻ്റെ കാര്യം എത്ര പറഞ്ഞിട്ട് എനിക്ക് മതിയാവുന്നില്ല. കാര്യം അത്രയും ഭംഗിയാണ്. ഓരോ ക്ഷേത്രത്തിലെ ഉത്സവത്തിനും ഈ ലൈറ്റ് കാണുമ്പോഴത്തേക്കിനും ഒരിടത്തിട്ടേക്കണ ലൈറ്റിങ്ങിൻ്റെ രീതി ആയിരിക്കത്തില്ല അടുത്തടുത്ത് വരുമ്പോഴത്തേക്കിനുമേ. ഇതിന് ഇവിടുത്തെ ആളുകൾ ഭയങ്കരമായിട്ട് സഹകരിക്കും. അതായത് ഉത്സവമൊക്കെ നടക്കുന്നതിന് ഒരു 2 മാസം മുന്നേ ഉത്സവ പിരിവ് തുടങ്ങുമേ. അതായത് എല്ലാ വീടുകളിലും നോട്ടീസ് കൊണ്ട് കൊടുത്ത്
കൊടുത്ത് പിരിവ് നടത്തിയാണ് ശരിക്കും ഉത്സവങ്ങളൊക്കെ ഇത്ര ഗ്രാൻഡായിട്ട് വെക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പോലെ അടുപ്പിച്ചടുപ്പിച്ച് ക്ഷേത്രങ്ങളുള്ളപ്പോൾ അത്രയും ക്ഷേത്രത്തിൽ നിന്നും ഒരു വീട്ടിലേക്ക് പിരിവ്, ഉത്സവ പിരിവും കാര്യങ്ങളൊക്കെ വരുമല്ലോ. പക്ഷേ ഇവിടുത്തെ ആളുകൾ എല്ലാ ക്ഷേത്രത്തിലേക്കും സംഭാവനകൾ കൊടുക്കുകയും അത് പൊതുവെ നമ്മുടെ അവിടെയൊന്നും അത്ര എന്ന് വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകളെ അധികം ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു ക്ഷേത്രത്തിൽ നിന്നൊക്കെ പിരിവിന് വന്നെങ്കിലേ ഉള്ളൂ. ഇവിടെ അത് വെച്ച് നോക്കുമ്പോഴത്തേക്കിനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ്. പറഞ്ഞ പോലെ ഒരുപാട് ക്ഷേത്രങ്ങളുള്ളത് കൊണ്ട് പിന്നെ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഗ്രാൻഡായിട്ട് നടക്കുമ്പോഴത്തേനും ആളുകൾക്കൊരു സന്തോഷമാണല്ലോ. നമുക്ക് ഡെയിലി ലൈഫിൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങളല്ലാണ്ട് കുറച്ച് വെറൈറ്റികൾ, ഇത് ഓരോ ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഓരോരോ വെറൈറ്റി കൊണ്ടുവരും. ഇപ്പം ഈ ക്ഷേത്രത്തിൽ കണ്ടതായിരിക്കത്തില്ല നമുക്ക് വേറൊരു ഉത്സവത്തിന് പോകുമ്പോൾ കാണാൻ സാധിക്കുന്നത്. പിന്നെ 7 ദിവസമാണ് ഇപ്പോൾ ഉത്സവമെങ്കിൽ 7 ദിവസം 7 സ്കെഡ്യൂളായിരിക്കും. അതായത് ഓരോ ദിവസം പ്രത്യേക പരിപാടികളൊക്കെ ആയിരിക്കും. ഒരു ദിവസം പള്ളിവേട്ട ഉണ്ടായിരുന്നു, അതിനുശേഷം ആറാട്ട് ഉണ്ടായിരുന്നേ. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് ഈ പറഞ്ഞ പോലെ എനിക്കറിയത്തില്ല. ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ആയിരുന്നേ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്ന ലൈറ്റ് ഷോയൊക്കെ എല്ലായിടത്തും നല്ല ക്രൗഡഡ് ആയിരിക്കും. അതായത് ആളുകൾ പൊതുവെ മടി പിടിച്ച് വീട്ടിലിരിക്കാറില്ലെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനത്തെ പ്രോഗ്രാമൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാ ദിവസവും എല്ലാവരും ചെന്ന് സഹകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇവിടെ അങ്ങനത്തെ കാര്യത്തിന് കുറച്ചും കൂടെ ആളുകൾ എല്ലാ ദിവസവും പോകും. അതായത് പ്രത്യേകിച്ച് ക്ഷേത്രത്തിൽ നമുക്ക് സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ ഫുഡുണ്ട്, പിന്നെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ രൂപങ്ങളൊക്കെ കേട്ടിക്കണ്ടോ, ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇങ്ങനത്തെ വേഷത്തിൽ ആളുകൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്, അത് ഒരു വെറൈറ്റി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളുണ്ട്. പിന്നെ അറിയാലോ നമ്മുടെ ചൊവ്വര ക്ഷേത്രം എന്ന് പറയുന്നത് അയ്യപ്പ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അയ്യപ്പൻ്റെ രൂപം കെട്ടിയിട്ടും കൃഷ്ണൻ്റെയും അങ്ങനെ ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു. അത് ഇവരിങ്ങനെ പതുക്കെ നമ്മുടെ അവിടുത്തെ ഘോഷയാത്ര പോലെയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ച് പതുക്കെ ക്ഷേത്രത്തിലെത്തും. ഏകദേശം നല്ല രാത്രിയാവും. അതായത് റോഡിലൊക്കെ അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരിക്കുമല്ലോ. പിന്നെ നല്ല ക്രൗഡഡ് ആയിട്ടുള്ള മേജർ സിറ്റിയൊക്കെ വരുമ്പോഴത്തേനും കുറേ ടൈം അവിടെ നിന്ന് തന്നെ ഇവരത് പെർഫോം ചെയ്യാറുണ്ട്. അതിനുശേഷം ക്ഷേത്രത്തിലൊക്കെ എത്തി ഈ പരിപാടികൾ അവസാനിക്കുമ്പോൾ ചിലപ്പോൾ പുലർച്ചെയൊക്കെ ആവും. പക്ഷെ ആളുകൾ അത്രയും സമയം വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാണ്. അതായത് അത് തീരണ വരെയൊക്കെ അത്രയും ടൈം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. എൻ്റെ നാട് കട്ടപ്പനയാണ്. കട്ടപ്പനയിൽ ആകെ നമുക്കൊരു ഉത്സവം ഗ്രാൻഡായിട്ട് നടക്കുന്നത് നമ്മുടെ കട്ടപ്പന അമ്പലത്തിൽ, അത് അയ്യപ്പ ക്ഷേത്രം തന്നെയാണ്. അവിടുത്തെ ഉത്സവം ഭയങ്കര ഗ്രാൻഡാണ്. അതല്ലാത്ത ക്ഷേത്രങ്ങളിലൊക്കെ നമുക്കൊരു സാധാരണ ഒരു നോർമൽ ഉത്സവങ്ങളിലൊക്കെ കാണാറുള്ളൂ. കട്ടപ്പന അമ്പലത്തിൽ മാത്രമാണ് ഏറ്റവും ഗ്രാൻഡായിട്ട് നമ്മുടെ അവിടുത്തെ ഉത്സവം കാണുന്നത്. അതിൻ്റെ ഒരു 3 ഇരട്ടി ഗ്രാൻഡാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവങ്ങൾ. ഇപ്പോൾ അത് പറഞ്ഞ പോലെ ആളുകളുടെ എണ്ണം കൂടുതലാണ്, ആളുകൾ സഹകരിക്കുന്ന രീതി ഡിഫറെൻ്റാണ്. പിന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെ കുറച്ച് ഗ്രാൻഡാക്കാം. ചെണ്ടക്കാരും ചെണ്ടമേളവും ഇല്ലാത്ത എന്ത് ഉത്സവപ്പറമ്പാണല്ലോ ഉള്ളത്. പണ്ട് തൊട്ട് ഈ ചെണ്ടക്കുട്ടി കേൾക്കുമ്പോഴത്തേക്കിനും നമുക്കൊരു എന്താ പറയുക, ആ കൂട്ടത്തിൽ നമുക്കിങ്ങനെ തുള്ളാൻ തോന്നുന്ന ഒരു വൈബ് ഉണ്ടല്ലോ. ചെണ്ടയ്ക്കൊരു പ്രത്യേക വൈബ് എന്ത് പറഞ്ഞാലും. എന്തൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ട്, എത്ര ലൈറ്റ് ഉണ്ട്, എത്ര ആർട്ടിസ്റ്റുകൾ വേറെ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിലൊക്കെ ആ ചെണ്ടമേളം കൂടെ വരുമ്പോഴാണല്ലോ ആ ഉത്സവം ഒന്നും കൂടെ നല്ല രീതിയിലൊന്ന് കൊഴുക്കത്തുള്ളൂ. ആ കൂട്ടത്തിൽ തന്നെ കഥകളിയുടെ ഇങ്ങനെ ആർട്ട് പെർഫോം ചെയ്യുന്ന ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് വരുന്നവർക്ക് അത്യാവശ്യം നല്ല ടയേർഡായിരിക്കുമല്ലോ. അങ്ങനെ ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ചേർന്നിട്ട് തണ്ണിമത്തൻ ജ്യൂസ് എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നേ. അതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 700 കിലോളം തണ്ണിമത്തനായിരുന്നു നമ്മൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഷുഗറും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡൊക്കെ ചേർത്തിട്ടുള്ള ഒരു മിക്സായിരുന്നു ഐസൊക്കെ ഇട്ടിട്ടുള്ളത്. അതൊക്കെ പ്രിപ്പറേഷൻ അവർ തലേന്നേ തുടങ്ങി. അതും വേറൊരു വൈബായിരുന്നു. അവർ തലേന്നേ കൊണ്ടുപോയി തണ്ണിമത്തനൊക്കെ ഇറക്കി വെളുപ്പിനെ തൊട്ട് അതിൻ്റെ പണിയൊക്കെ ചെയ്ത് അങ്ങനെ അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇത് പറഞ്ഞ പോലെ നമ്മുടെ കവടിയാർ കൊട്ടാരത്തിലെ രാജാവില്ലേ, ആളാണ് അടുപ്പിലേക്ക് തീ കൊളുത്തുന്ന ഇതാണ്. അങ്ങനെ നമ്മുടെ ആനകളൊക്കെ റെഡിയായി ഉത്സവത്തിന് വേണ്ടിയിട്ട് നെറ്റിപ്പട്ടമൊക്കെ കിട്ടുന്നതിന് മുന്നേ ഉള്ള പ്രിപ്പറേഷനിൽ നിൽക്കുകയാണ്. വെള്ളമൊക്കെ തളിച്ച് ഇങ്ങനെ ശുദ്ധീകരിക്കുമല്ലോ, അങ്ങനത്തെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റ് വെള്ളത്തിലേക്ക് അടിച്ചിട്ടുള്ള വിഷ്വലാണ് ഇത് ഭഗവാന്റെ വിഗ്രഹം അവർ ഇങ്ങനെ കുളിപ്പിച്ചെടുക്കത്തില്ലേ, അതിൻ്റെ എന്തോ പ്രോസസ്സ്, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് എനിക്കറിയത്തില്ല. അതിൻ്റെ ക്ഷേത്രത്തിലെ പൂജാരികളാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശുദ്ധികലശം ചെയ്യത്തില്ലേ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അതിനുശേഷം പതിവ് പോലെ ഗാനമേള പരിപാടികൾ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഉത്സവം നടക്കുമ്പോൾ ഒരു സ്റ്റേജ് കെട്ടിയിടും. ഓരോ ദിവസം വൈകുന്നേരം ഓരോരോ കലാപരിപാടികൾ ഉണ്ടായിരിക്കും. അതായത് ക്ഷേത്രം തീരുമാനിക്കുന്ന എങ്ങനെയാണോ അതനുസരിച്ചിട്ട് ചിലപ്പോൾ പിള്ളേരെയൊക്കെ ഡാൻസ് അങ്ങനത്തെ പരിപാടികൾ കാണും. നാടകങ്ങൾ വെക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. അതേപോലെ തന്നെ ലാസ്റ്റ് ഡേ ആയിരിക്കും കൂടുതലും ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഗാനമേള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പം എല്ലാ ആൾക്കാരും കൂടെ കൂടിയിട്ട് അതൊരു വേറെ വൈബാണല്ലോ. അപ്പം അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഉത്സവ വിശേഷങ്ങൾ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്